തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 5-ാം ദിനം. ജീവിതത്തിൽ ഒത്തിരിയേറെ ലക്ഷ്യങ്ങൾ ഉള്ളവരാണ് നാം ഓരോരുത്തരും. ആ ലക്ഷ്യസ്ഥാനം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതെ, ലോകൈക രക്ഷകനായ യേശു തമ്പുരാനെ തേടി പുറപ്പെട്ട പൂജാ രാജാക്കന്മാർ, അവർക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെയുണ്ടായിരുന്നു. എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് കാലിത്തൊഴുത്തിൽ ചെന്ന് ഉണ്ണി യേശുവിനെ കണ്ട് കാഴ്ചകൾ വെച്ച് അവനെ കുമ്പിട്ട് ആരാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ തിരുപ്പിറവിക്കായി നാം കാത്തിരിക്കുമ്പോൾ, തിരുപ്പിറവിക്കായുള്ള ആ ദിവസങ്ങളിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ എന്തിനെയാണോ ലക്ഷ്യം വെച്ച് യാത്ര നടത്തുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഒഴുകുന്ന പുഴ പോലെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ മറികടക്കാനായി നാം മനസ്സ് കാണിക്കണം. ഒഴുകുന്ന പുഴ അത് തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഒന്നുകിൽ അതിന് മുകളിലൂടെ കയറിപ്പോകും, അല്ലെങ്കിൽ അതിനാകുന്നില്ലെങ്കിൽ രണ്ട് കൈവഴികളായി പിരിഞ്ഞ് രണ്ട് വശത്തുകൂടി ഒഴുകിയിട്ട് ആ പ്രതിബന്ധത്തിൻ്റെ അപ്പുറത്ത് ചെന്ന് വീണ്ടും ഒന്നായിട്ടൊഴുകും. ഈ ക്രിസ്മസ് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ തടസ്സമായി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒഴുകുന്ന പുഴ പോലെ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുവാൻ സഹായകമായി തീരട്ടെ. അതിനായി പുൽക്കൂടിൽ ഉണ്ണി യേശു നമ്മെ സഹായിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.